അറസ്റ്റിലായിട്ടുള്ളവർ യഥാർത്ഥ പ്രതികളല്ലേ? ഇല്ല യഥാർത്ഥ പ്രതികളല്ല, പാവം പിള്ളേരാ. ഇപ്പം അറസ്റ്റിലിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. അവരെങ്ങനെ വിഷയത്തിൽ എങ്ങനെയാണ് ഇത് ഇടപെട്ടത്? ഇവർ കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പെങ്ങളല്ലേ ഇത്, ചേച്ചിയുടെ പിള്ളേരാണല്ലോ. അപ്പോൾ സ്വന്തം പിള്ളേരായത് കാരണം ഇവർ ഒരു നാണക്കേടിൽ കാരണം ഇനി എന്താ ഇവിടെ കൂടെ കാണുന്നു ചോദിച്ചു. അപ്പം പറഞ്ഞു പിന്നെ അതുങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് രണ്ടാളും പറഞ്ഞ്. എൻ്റെ ഒരു മോളൊരു വെറും പാവം മോളായിരുന്നു. കൂടുതലായിട്ട് ആരോടും സംസാരിക്കുകയില്ല. ഇത്രയ്ക്ക് പാവം മോളായിരുന്നു. മറ്റേ ആവശ്യമില്ലാത്ത കൂട്ടുകാരോ ഒന്നുമില്ലാത്തൊരു മോളാണ്. കുറച്ച് കാലമായിട്ട് പിയാപ്പിളാന്ന് അത്രയ്ക്ക് നല്ലൊരു പിയാപ്പിളയായിരുന്നു. വളരെ ഡീസൻ്റുള്ള ദീനിയായിട്ടുള്ളതും ഉള്ള എന്ത് കാര്യവും സാധിച്ചു കൊടുക്കുന്നൊരു പയ്യനുമായിരുന്നു. അപ്പം അവർ കുറച്ച് നാളായിട്ട് അവനെ വെറുത്തിരിക്കുക. പിന്നെ ചെറുച്ചക്കനുമായിട്ടുള്ള ഇതിപ്പോൾ 3 വർഷമായി പോലെ വന്ന് ഇപ്പം നമ്മളറിയുന്ന ഒരാഴ്ചയായിട്ടുള്ളൂ അറിഞ്ഞിട്ട്. അപ്പം ഇഷ്ടംപോലെ സ്വർണ്ണമൊക്കെ ഉണ്ടായി. 40 പവനും കൊടുത്ത് കെട്ടിച്ചതാണ്. അപ്പം സ്വർണ്ണമില്ല, കുറേ പൈസ കുറേ കടം വന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ മക്കൾ ചെറിയ 3 പിള്ളേരല്ലേ, എനിക്ക് നോക്കാൻ കഴിയില്ലല്ലോ. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യൂ? മക്കളും എല്ലാം വളരെ പാവം മക്കളുമാണ്. അപ്പം നമുക്ക് നീതി കിട്ടണം. ഇതിൽ നാളെ കേസ് കൊടുക്കാൻ പോന്ന പരാതി തന്നെ. നമ്മളെ മോളൊക്കെ നഷ്ടപ്പെട്ടില്ലേ, നമുക്കൊരു മോളേ ഉള്ളൂ, ഒരു മോളും ഒരു മോനുമാണ്. അപ്പോൾ അതിൽ നമുക്ക് വളരെ പരാതിയുണ്ട്. നമ്മൾ നാളെ പോയിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. നമ്മളെ വക്കീലിനെ കാണുന്നുണ്ട്. മോക്കോ മോളെ ഒരു വിഷമം നമ്മളെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല. തുറന്നൊന്നും സംസാരിക്കില്ല. ഈയിടെയായിട്ട് തുറന്നൊന്നും പറയില്ല, ഒരു കാര്യവും പറയാറില്ല. ചെക്കനുമായിട്ട് കൂട്ടുകെട്ട് എൻ്റെ തിരികെ നമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായി. ഇപ്പോൾ നമ്മളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇവനുള്ളത്. ഇവൻ അവിടെ വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം. അതിൽ കൂടുതൽ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഒക്കെ നമ്മളെ മോക്ക് നീതി കിട്ടണം. നഷ്ടപ്പെട്ടു. അതൊന്നും ഒന്നുമില്ലല്ലോ. കടമുണ്ട്, കടക്കാരപ്പുറത്തുനിന്നെല്ലാം വിളിക്കുന്നുണ്ട്. ഒരു കുറി നടത്തിയിട്ടുണ്ട്. ഇപ്പം അവള് വീട്ടിൽ നിന്ന് തന്നെ ചെറിയൊരു കുറി 4 ലക്ഷം ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ നഷ്ടമായിട്ടുണ്ട്. ഇഷ്ടംപോലെ കടം കാണുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ പൈസക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. ഇവൾ ഇത്ര പൈസ മേടിച്ചിട്ടുണ്ട്, ഇവൾ ഇത്ര പൈസ മേടിച്ചിട്ടുണ്ട്. അവനോടും പറഞ്ഞിട്ടില്ല, അവളെ ഭർത്താവിനോടും പറഞ്ഞിട്ടില്ല, നമ്മളോടും പറഞ്ഞിട്ടില്ല. സംശയിക്കുന്ന ഒരു 1-2 പ്രാവശ്യമായി പോലും കുറേ ആൾക്കാർ ഇവിടെ കാർ കയറി പോകുന്നതാണെന്ന്. പിന്നെ അങ്ങനെ പാവം കുട്ടികളെന്നിപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ വളരെ ചേച്ചിയുടെ മക്കളാണ്. അപ്പം അവരെ നല്ലതിന് വേണ്ടി ചെയ്തത്. അപ്പം ഇവർ കുടുക്കിയിരിക്കുക, പാർട്ടിക്കാർ കൊടുക്കുക. പറയുന്നത് അവരവിടെ ഇവരെ തടഞ്ഞു നിർത്തി രഹസ്യമായി അപമാനിച്ചു. അവരെ ആ മനോവിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്തെന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആൾക്കാർക്ക് പലതും പറയാലോ, അതൊന്നുമല്ല സത്യം തന്നെ. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലേ? ഇല്ല, സംഭവം ഉണ്ടായിട്ടുണ്ടോന്നുള്ളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. ഇപ്പം അറസ്റ്റിലായിട്ടുള്ളവർ യഥാർത്ഥ പ്രതികളല്ലേ? ഇല്ല യഥാർത്ഥ പ്രതികളല്ല, പാവം പിള്ളേരാ. ഇപ്പം അറസ്റ്റിലിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. അവരെങ്ങനെ വിഷയത്തിൽ എങ്ങനെയാണ് ഇത് ഇടപെട്ടത്? ഇവർ കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പെങ്ങളല്ലേ ഇത്, ചേച്ചിയുടെ പിള്ളേരാണല്ലോ. അപ്പോൾ സ്വന്തം പിള്ളേരായത് കാരണം ഇവർ ഒരു നാണക്കേടിൽ കാരണം ഇനി എന്താ ഇവിടെ കൂടെ കാണുന്നു ചോദിച്ചു. അപ്പം പറഞ്ഞു പിന്നെ അതുങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് രണ്ടാളും പറഞ്ഞ്. ഈ പൈസയുടെ കാര്യത്തിലെന്തെങ്കിലും അവര് തിരിച്ചു കൊടുക്കാന്നങ്ങനെ ഈ പയ്യൻ യുവാവ് പറഞ്ഞിരുന്നോ? ഒന്നും അറിയില്ലല്ലോ ഒന്നും അറിയുന്നില്ലല്ലോ എന്താ പറഞ്ഞെന്നുള്ളത്. ഇങ്ങനെ ഒരു ബന്ധം ഉണ്ട് എന്നുള്ള നമ്മൾ പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? അതായത് ഈ അവിടെ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം അത് മകൾക്ക് വലിയ രീതിയിൽ വിഷമമായി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല? ഇല്ല, ഒന്നും ഒറ്റ കാര്യം നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. വേറെ ഒരു വ്യക്തിനൊക്കെ കടം വരാനുള്ള വഴിയില്ല. ഇല്ലല്ലോ. ഇവിടെ
ഇങ്ങനെ ഒരു ബന്ധവും ആ ബന്ധത്തിലുള്ള യുവാവ് ഇവരെ ഇങ്ങനെ ഈ രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അല്ലാണ്ട് ഇങ്ങനെ കടം വരില്ല ഒരിക്കലും. അങ്ങനെ സംശയം വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ പണം നഷ്ടപ്പെട്ടത് അതിൻ്റെ അങ്ങനെ ഇപ്പം ഓരോരുത്തർ പൈസക്ക് വിളിക്കുമ്പോൾ നമ്മൾ അറിയുന്നത്. കാരണം പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്ര മേടിച്ചിട്ടുണ്ട്, മോൾ ഇത്ര മേടിച്ചതെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഒരു മരിക്കാം എന്ന ചിന്തയിലേക്ക് എത്തിക്കാനുള്ള കാരണമുണ്ടോ? അങ്ങനെ പണവും പിന്നെ അങ്ങനെയുള്ള മാനസിക വിഷമാണോ? അങ്ങനെയുള്ള വിഷമത്തിലാണ് തോന്നുന്നു ചെയ്തത്. ഇപ്പം നാളെ പോലീസിൽ പരാതി കൊടുക്കും. എന്ത് നടപടി വേണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നമ്മളെ മോക്ക് നീതി കിട്ടണം. അടുത്ത് പിന്നെ കടം വരുത്തി നീട്ടിത്തരാനുള്ള എന്തെങ്കിലും വഴി കിട്ടുമെന്ന് നോക്കണം പയ്യൻ്റെ അടുത്ത്. നിലവിൽ ഈ പ്രചരിക്കുന്നൊക്കെ കേട്ടിരുന്നു. ഇപ്പോഴെന്താണ് വന്ന വിവരങ്ങളും വാർത്തകളൊക്കെ കേട്ടിരുന്നു. അതൊന്നും ശരിയല്ലാതാണോ? അതൊന്നും ശരിയല്ല, വെറുതെ പറയുന്നതാ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഇവരെ തടഞ്ഞു നിർത്തി ഇവരെ ഭയങ്കരമായിട്ട് മരിക്കാൻ പാകത്തിൽ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള അവഹേളനം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാ തോന്നുന്നത്. ശരിക്കും എനിക്കറിയത്തില്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിട്ടുണ്ടാവും. ഇപ്പം എന്താ ഞാൻ പറയാ അതിനെപ്പറ്റി. നിങ്ങൾ ഈ യുവാവിനെതിരെ പരാതിയായി മുന്നോട്ട് പോകാനോ നമ്മളെ തീരുമാനം. നമ്മളെ കുട്ടികളെ വിട്ട് കിട്ടണം ഇത്രയും പെട്ടെന്ന്. അങ്ങനെ ഒരു പ്രശ്നത്തിനും പോകുന്ന പിള്ളേരല്ല, പാവം പിള്ളേരാണ്. ആ ചേച്ചിയുടെ പിള്ളേരാ. ചേച്ചിയുടെ പിള്ളേരാ. ബന്ധുക്കളാണ്. ഇവര് നല്ലതിന് വേണ്ടിയാ ചെയ്തത്. എൻ്റെ ഏടത്തിയുടെ മോളെ ഒന്ന് മോളെ ഭർത്താവ്, ഒന്ന് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ, അതും ബന്ധം തന്നെയാ, നമ്മളെ സ്വന്തം ബന്ധം. വേണ്ടിയാ അവര് പിടിച്ചത്. ഇനി എന്താ ഇവള് കാണുന്നെന്ന് ചോദിച്ചോണ്ടാ വണ്ടിയിൽ നിന്ന് ഇറക്കിയത്. ഇറക്കിയിട്ട് സ്കൂട്ടറിലിങ്ങ് വീട്ടിൽ കൊണ്ടായി കൊടുത്ത് ഇതാ ചെയ്തത്. അല്ലാണ്ട് വേറെ ഒന്നും അവർ ചെയ്തിട്ടില്ല.